നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇത്രയും വിജയം നേടിയ മികച്ച സിനിമയായ മാർക്കോയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയ മിഗായൽ എന്തുകൊണ്ട് എയറിലായി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമയും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. മാർക്കോ സിനിമയുടെ മേക്കിങ്ങിലായിരുന്നു വലിയൊരു ഡിഫറൻസ് വന്നത്. രണ്ട് സിനിമയിലും ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. മിഗായൽ സിനിമ മറ്റൊരു യൂണിവേഴ്സാണ്. ഇവിടെ മാർക്കോയും ചേട്ടനും നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ്. ആദ്യം മാർക്കോയുടെ ചേട്ടനായ സിദ്ദിഖ് വരുന്നു. സിദ്ദിഖിന്റെ ക്യാരക്ടർ തുടക്കത്തിലെല്ലാം നല്ല വില്ലനിസം കാണിക്കും. വളരെ പവർഫുൾ ആയ സൈക്കോയായ ഒരു വില്ലനായിരുന്നു. പക്ഷേ പടം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ചത്തുപോയി. ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് സിമ്പിളായി തൂക്കിക്കൊന്നു. പിന്നെയാണ് മാർക്കോ വന്നത്. മാർക്കോ ക്യാരക്ടറിന് പ്രോപ്പറായ ഒരു ഇൻട്രോ പോലും ഉണ്ടായിരുന്നില്ല. മാർക്കോ സിനിമയിലേക്ക് വരുമ്പോൾ ഇവിടെ പോസിറ്റീവ് ക്യാരക്ടേഴ്സാണ്. മിഗായൽ സിനിമയിൽ ചേട്ടൻ മരിച്ചതുപോലെ മാർക്കോ സിനിമയിൽ മാർക്കോയുടെ അനിയൻ മരിക്കുമ്പോഴാണ് ഈ ഒരു ക്യാരക്ടർ വരുന്നത്. രണ്ട് സിനിമയിലും ആദ്യത്തെ വില്ലൻ കഴിഞ്ഞ് രണ്ടാമത് വരുന്ന വില്ലനാണ് അല്പം പവർഫുൾ ആയി വരുന്നത്. മിഗായൽ സിനിമയിൽ സിദ്ദിഖായിരുന്നു ആദ്യ വില്ലൻ, പിന്നീട് മാർക്കോ വന്നു. മാർക്കോ സിനിമയിൽ ജഗദീഷിന്റെ ക്യാരക്ടറും അഭിമന്യു തിലകന്റെ ക്യാരക്ടറും വരുന്നു. തുടക്കത്തിൽ മെയിൻ വില്ലനായി വന്നെങ്കിലും പിന്നീട് വന്നതായിരുന്നു യഥാർത്ഥ വില്ലൻ. ശേഷം വരുന്ന റിവെഞ്ച് സ്റ്റോറിയിലും മേക്കിങ്ങിലുമായിരുന്നു രണ്ട് സിനിമയിലെയും ഡിഫറൻസ് വരുന്നത്. മിഗായൽ സിനിമയുടെ തുടക്കമല്ല വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ സിദ്ദിഖിന്റെ ക്യാരക്ടർ വലിയൊരു വില്ലനിസം കാണിക്കുന്നു. നായകൻ ക്യാരക്ടർ ഷഹിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ പോയപ്പോൾ ഇവരുടെ തന്നെ വേറെ വില്ലൻ അവിടെ നിന്ന് ഇടികൊള്ളുന്നു. ഇനി പോലീസിനെ നോക്കിയിട്ട് കാര്യമില്ല, സ്വയം ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് അത്രയും മികച്ചു നിന്ന വില്ലനെ ഈസിയായി തട്ടിക്കളഞ്ഞു. ആ ഒരു സീനിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സിനിമയ്ക്കനുസരിച്ച് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റും പവർഫുൾ ആയിരുന്നെങ്കിൽ സിനിമ അല്പം കൂടി മികച്ചതാവുമായിരുന്നു. ഈ ഒരു സീൻ മാത്രമല്ല, സിനിമയിലെ പല സീനുകൾക്കും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു പ്രശ്നം സിനിമയിലെ എഡിറ്റിംഗ് മിസ്റ്റേക്കാണ്. ഒന്ന് സീരിയസ് ആയി വരുമ്പോൾ പെട്ടെന്ന് സിനിമ നോർമൽ മൂഡിലേക്കും കോമഡി മൂഡിലേക്കും ആവുന്നു. മിഗായൽ ക്യാരക്ടർ ആളുകളെ ഈസിയായി കൊല്ലുന്നതിൽ എങ്ങനെ എക്സ്പെർട്ടായി എന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇതാണ് നമ്മുടെ കുട്ടി മിഗായൽ. കൂടെ ഇരിക്കുന്നത് മിഗായലിന്റെ ഡാഡിയാണ്. ഒരു ദിവസം അവർ വണ്ടി ഓടിച്ചു പോവുകയാണ്. പെട്ടെന്നായിരുന്നു മിഗായൽ ഇങ്ങനെ ചോദിച്ചത്, ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ? വേണോ? പിന്നീട് ഡാഡിയെ കണ്ടിട്ടില്ല. നായകന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് മാർക്കോ എന്ന ഈ ഒരു വില്ലൻ ക്യാരക്ടർ. സിനിമയിലെ മെയിൻ ആയ ഒരു പോസിറ്റീവ് ഈ ഒരു വില്ലൻ ക്യാരക്ടർ മാത്രമാണ്. ഈ ഒരു വില്ലൻ വളരെ റിച്ച് ആയ സ്റ്റൈലിഷ് ആയ ഡോൺ ക്യാരക്ടറാണ്. സാധാരണ ഏതൊരു സിനിമയിലും ഒരു മികച്ച വില്ലൻ വരുമ്പോൾ പ്രോപ്പറായ ഒരു ഇൻട്രോ എങ്കിലും ഉണ്ടാവും. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല വളരെ റിച്ച് ആയ സ്റ്റൈലിഷ് ആയ ഒരു ഡോൺ ക്യാരക്ടറിന് ഒട്ടും തന്നെ മാച്ച് ആവാത്ത ഡയലോഗ്സ് ആയിരുന്നു. സാധാരണ മാസ് മസാല പടങ്ങളിൽ വില്ലന്മാർക്ക് മാസ് ഡയലോഗ്സ് ഉണ്ട്, മറ്റു ക്യാരക്ടേഴ്സിനെ വിറപ്പിക്കുന്ന തരത്തിലുള്ള മാസ് ഡയലോഗ്സ് ആയിരുന്നു. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമായ ഡയലോഗ്സ് ആണ് വില്ലൻ പറഞ്ഞത്. ബാത്റൂമിൽ ഇരുന്ന് എഴുതിയതോ സെപ്റ്റി ടാങ്കിനെ നോക്കി എഴുതിയത് പോലെയുള്ള വളരെ വ്യത്യസ്തമായ ഡയലോഗ്. തിന്നിടത്തല്ലേ തുറന്ന് തീട്ടം പരിശോധിക്കാൻ വന്ന വയറ്റിലുള്ള തീട്ടത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണേ. ഒരു ദിവസം തൂറ്റൽ പിടിച്ച തീർന്നു. ഇത്രയും മാസായ ഡോണായ റിച്ചായ സ്റ്റൈലിഷ് ആയ വില്ലൻ ഒരിക്കലും ഇങ്ങനത്തെ ഡയലോഗ്സ് മാച്ച് ആവില്ല. ഇനി അഥവാ മാച്ച് ആവണമെങ്കിൽ ലോക്കലായ ഒരു കച്ചറ വില്ലനായിരിക്കും. മാസ് സ്റ്റൈലിഷ് വില്ലന്മാർക്ക് ഇത്തരം ഡയലോഗ്സ് കൊടുത്താൽ വില പോകുമെന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. ഒരു ഉദാഹരണം നമ്മൾ KGF-ലെ റോക്കി ബായ് ക്യാരക്ടറെ നോക്കുകയാണ്. റോക്കി ക്യാരക്ടറും സ്റ്റൈലിഷ് ആയ നെഗറ്റീവ് ഷെയ്ഡുള്ള ഡോൺ ക്യാരക്ടറാണ്. ആ ഒരു പവറിനനുസരിച്ചുള്ള ഡയലോഗ്സ് ആണ് ഈ ഒരു ക്യാരക്ടർ പറയുന്നത്. ഇത് ക്യാരക്ടറിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റിന്റെ കഴിവാണ്. ഇതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും ഈ ഒരു ക്യാരക്ടറിനും ഡയലോഗ്സിനും ഒരു വിലയുണ്ടാവും. ചിലപ്പോൾ ഐക്കോണിക് ഡയലോഗ്സ് ആയിരുന്നു വരാം. റോക്കി ബായ് ക്യാരക്ടർ ഇങ്ങനെ എങ്ങാനും ഒരു ഡയലോഗ് പറഞ്ഞെന്ന് കരുതും, അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന്റെ ഇമ്പാക്റ്റും പോകും. വയറ്റിലുള്ള തീട്ടത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണേ. ഒരു ദിവസം തൂറ്റൽ പിടിച്ച തീർന്നു. ഇവിടെ മാത്രമല്ല, ഈ ഒരു സിനിമയിൽ മോട്ടിവേഷണൽ ഡയലോഗ് വരെ നോക്കിയാലും എന്തൊക്കെയോ ചില തകരാറുണ്ട്. ആ കുട്ടി ഭയങ്കര സ്ട്രോങ് ആണ്, നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ടേക്ക് എ ഡിസിഷൻ. ഒന്നും ഉണ്ടായിരിക്കണം. വീഴ്ത്തിയവൻ വാഴ്ത്തപ്പെടണം, വീണവൻ എണീക്കുമ്പോ വാണാൻ വീണം. മൊത്തത്തിൽ ഈ ഒരു വില്ലനെ നോക്കിയാൽ ഡയലോഗ് മാറ്റി നിർത്തിയാൽ അത്യാവശ്യം മികച്ച സ്വാഗതമുള്ള ഒരു വില്ലനായിരുന്നു. ഈ ഒരു സിനിമയിലെ നായകനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കാൻ ഈ ഒരു വില്ലന് കഴിഞ്ഞിട്ടു. അങ്ങനെ പവറായി വന്നപ്പോഴാണ് സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് വരുന്നത്.
അത്രയും പവർഫുൾ ആയ വില്ലൻ സർജിക്കൽ ബ്ലേഡിന് ചത്തുപോയി. സിനിമയുടെ അവസാനം നായകൻ തന്നെ വില്ലനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇത്രയും പേരെ കൊന്ന് മിഗായൽ ക്യാരക്ടറിന്റെ മറ്റൊരു ഡയലോഗും എവിടെയോ. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇയാളെ രക്ഷപ്പെട്ട് ഇനി നമ്മൾ ടോർച്ചർ ചെയ്യില്ലേ? ഞാനൊരു ഡോക്ടറല്ലേ, ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കണ്ടേ. എന്തൊക്കെയായാലും ക്ലൈമാക്സിൽ വില്ലൻ മരിക്കുന്നു. കിഡ്നി വരെ അവർ ഊരിയെടുത്തു. സിനിമയ്ക്കനുസരിച്ചുള്ള സ്ക്രിപ്റ്റും ഡയലോഗും എഡിറ്റിംഗും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ഒരു മികച്ച സിനിമയാവുമായിരുന്നു. ഈ ഒരു സിനിമ മുഴുവൻ എയറിലായിരുന്നെങ്കിലും മാർക്കോ എന്ന ക്യാരക്ടറിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ടായി. ആ ടൈമിൽ തന്നെ ഈ ഒരു ക്യാരക്ടറിന് മാത്രമായി ഒരു സ്പിൻ ഓഫ് സിനിമ ചെയ്യാൻ പണ്ടേ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ബോസ് ആൻഡ് കോ എന്ന മറ്റൊരു പ്രൊജക്റ്റുമായി യഥാർത്ഥത്തിൽ മാർക്കോ സിനിമ ഡിലേ ആവുകയാണ് ചെയ്തത്. ബോസ് ആൻഡ് കോ എന്ന സിനിമ കഴിഞ്ഞ വർഷമാണ് പുറത്തിറങ്ങിയത്. സിനിമ വളരെ വലിയൊരു ബോംബായിരുന്നു. മാർക്കോ സിനിമ ഡിലേ ആയത് യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യമായിരുന്നു. കാരണം എന്തെന്നാൽ അപ്പോഴേക്കും KGF 2 സിനിമ ഇറങ്ങി. KGF 2 സിനിമയിൽ നിന്ന് വലിയ രീതിയിൽ ഇൻസ്പയർ ആവാൻ മാർക്കോ സിനിമയ്ക്ക് സാധിച്ചു. ഇതുകൊണ്ട് ഈ സിനിമയ്ക്ക് പല മാറ്റങ്ങളും ഉണ്ടായി. മാർക്കോ ക്യാരക്ടറിന്റെ ലുക്ക് തന്നെ മാറി. പ്രീക്വലിന് പകരം മറ്റൊരു യൂണിവേഴ്സ് കൊണ്ടുവന്നു. KGF സിനിമയ്ക്ക് മ്യൂസിക് ഡയറക്ട് ചെയ്ത രവി ബസ്രൂറിനെ മ്യൂസിക് ഡയറക്ടർ ആക്കുകയും ചെയ്തു. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ മിഗായലിലെ മാർക്കോയിൽ നിന്ന് ടോട്ടൽ ഡിഫറെന്റ് ക്യാരക്ടർ. KGF ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിന് പകരം മിഗായൽ സിനിമയുടെ ഡയറക്റ്റ് പ്രീക്വൽ ആയിരിക്കാം ഒരുപക്ഷെ മാർക്കോ എന്ന പേരിൽ നമ്മൾ വീണ്ടും കാണേണ്ടിയിരുന്നു. സെയിം ലുക്കുള്ള സെയിം മാർക്കോ ക്യാരക്ടർ. BGM-ഉം വേറെ ആയിരിക്കും. എന്തൊക്കെയായാലും KGF സിനിമയിൽ നിന്ന് മികച്ച രീതിയിൽ ഇൻസ്പയർ ആവാനും മികച്ച മേക്കിംഗ് വരുത്താനും മാർക്കോ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വയലന്റ് സിനിമ എന്ന ലാബലും സിനിമയ്ക്കുണ്ട്. ഇതും സിനിമയെ ഹൈപ്പ് കയറ്റുന്നത് വലിയൊരു കാരണമായി. മിഗായൽ സിനിമയുമായി കമ്പയർ ചെയ്യുമ്പോൾ മാർക്കോ സിനിമയുടെ മേക്കിംഗ്, സ്ക്രിപ്റ്റ്, BGM ഇതെല്ലാം കൊണ്ടും വളരെ മികച്ചു നിന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു പാരലൽ യൂണിവേഴ്സ് ആണ്. ഒരുപക്ഷെ ഈ സിനിമയിൽ മിഗായൽ ക്യാരക്ടർ തന്നെ വീണ്ടും വന്നെന്ന് വരാം. അങ്ങനെ വരികയാണെങ്കിൽ മറ്റൊരു വേൾഡ് ആയതുകൊണ്ട് പുതിയ രീതിയിലായിരിക്കും വരുന്നത്. ഒരുപക്ഷെ മാർക്കോ ക്യാരക്ടറായി ടീമപ്പായ ഒരു ക്യാരക്ടറായെന്ന് വരാം, അല്ലെങ്കിൽ പുതിയ ലുക്കിൽ ഒരു മാസ് വില്ലനായി വന്നെന്ന് വരാം. നിവിൻ പോളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു വളരെ വയലന്റ് ആയ ഒരു കട്ട വില്ലൻ റോൾ ചെയ്യണമെന്ന്. ഒരുപക്ഷെ മാർക്കോ സിനിമയിൽ അങ്ങനെ സംഭവിച്ചെന്ന് വരാം. പുതിയ ലുക്കിൽ മിഗായൽ ക്യാരക്ടർ മാസ് വില്ലനായി വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ പോയാലും ഏതെങ്കിലും ഒരു ക്യാരക്ടറായി നിവിൻ പോളി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ മറ്റൊരു സ്റ്റാർ ആയിരിക്കാം. പൃഥ്വിരാജ് വന്നെന്ന് വരാം, ടോവിനോ വന്നെന്ന് വരാം. ടോവിനോ വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇതിനു മുമ്പ് സ്റ്റൈൽ എന്ന സിനിമയിൽ ഉണ്ണിമുന്തന്റെ വില്ലനായി ടോവിനോ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതും ഫാൻ ബേസ് ഉള്ള വില്ലനാണ്. പലരും വിക്രം വരുമെന്നും പറയുന്നു. ഇതൊന്നും തന്നെ കൺഫേം ആയിട്ടില്ല. വിക്രം വളരെ മികച്ച ഓപ്ഷനാണ്. ധ്രുവ് വിക്രമും വരികയാണെങ്കിൽ അല്പം കൂടി ബെറ്റർ ആവും. ധ്രുവ് വിക്രമിനെ ഡിഫീറ്റ് ചെയ്ത് ഒറിജിനൽ വിക്രം വരികയാണെങ്കിൽ അതും വളരെ മാസാവും. ഇതിനേക്കാളെല്ലാം ബെറ്റർ ഓപ്ഷനുണ്ട്. അത് KGF സിനിമയുടെ മാർക്കറ്റിംഗ് ആണ്. KGF 1 ഹിറ്റായി 250 കോടി കളക്ഷൻ നേടി. നോർത്തിലും വൈറലായി. മാർക്കോ സിനിമയും 100 കോടിക്കടുത്ത് കളക്ഷൻ നേടി. നോർത്തിലും അത്യാവശ്യം വൈറലാണ്. KGF 2 സിനിമ ചെയ്തത് നോർത്തിൽ നിന്നൊരു മാസ് വില്ലനായി സഞ്ജയ് ദത്തിനെ കൊണ്ടുവന്നു. നോർത്തിൽ നിന്ന് തന്നെ ആളെ കൊണ്ടുവന്നാൽ ആ ഒരു ഹൈപ്പ് ഡബിൾ ആവും. മിക്ക സൗത്ത് ഇന്ത്യൻ സിനിമയും നോർത്തിനെ പിടിക്കാനായി ഇങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സഞ്ജയ് ദത്ത് വന്നു. സിനിമ നോർത്തിലും വലിയ വിജയമായി 1000 കോടിക്ക് മേലെ കളക്ഷൻ നേടി. മാർക്കോ 2 സിനിമയ്ക്ക് നോർത്തിൽ നിന്ന് വില്ലൻ വരികയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആരായിരിക്കുമെന്ന് ഉറപ്പായി താഴെ കമന്റ് ചെയ്യുക.